നൌഷാദ് അലി, 4 തവണ, ഒരു തവണയല്ല 4 തവണ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം എന്ന രീതിയിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യരോട് പറഞ്ഞത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ ഖണ്ഡിക്കുന്നത്? ഞാൻ ഒന്നാമതായിട്ട് പറയുന്നത്, ഈ നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞതിൽ ഒട്ടും അത്ഭുതത്തിന് അവകാശമില്ല. കാരണം അദ്ദേഹത്തെ ഭരണമര്യാദകളോ അല്ലെങ്കിൽ രാജധർമ്മമോ പാലിക്കാൻ അറിയാത്തയാള് എന്ന് അടൽ ബിഹാരി വാജ്പേയി 2001-2 കാലങ്ങളിൽ പരസ്യമായിട്ട് അദ്ദേഹത്തെ പത്രസമ്മേളനത്തിൽ തന്നെ വിശേഷിപ്പിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ എക്കോ ഈ സൗണ്ടിന് വരുന്നുണ്ട് മൂർത്തി, അതൊന്ന് പരിഹരിക്കണം. അപ്പോ നരേന്ദ്രമോദി അത്തരത്തിൽ BJPയുടെ അടൽ ബിഹാരി വാജ്പേയി വിശേഷിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. തുടർന്ന് ഇങ്ങോട്ടുള്ള നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ചരിത്രവും ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളെ സമീകരിക്കുന്ന വിധമാണ് മുന്നേറിയിട്ടുള്ളത്. എത്രയോ തവണ ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ പുൽവാമയിലെ സൈനികർക്ക് വേണ്ടി BJPക്ക് വോട്ട് ചെയ്യണമെന്ന നഗ്നമായ തെരഞ്ഞെടുപ്പ് ലംഘനം അദ്ദേഹം ചട്ടലംഘനം നടത്തി. അശോക് ലവേസ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതിനോട് നടപടിയെടുക്കണമെന്ന് പറയുകയും നടപടി എടുക്കണ്ട എന്ന തീരുമാനത്തോട് വിയോജിക്കുകയും ചെയ്തു. അവസാനം അദ്ദേഹത്തിന് രാജിവെച്ച് അന്യദേശത്ത് ജോലിക്ക് പോകേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ്. 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അഹമ്മദ് മിയ പട്ടേൽ മുഖ്യമന്ത്രിയാവുമെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ കാര്യങ്ങൾ പരിങ്ങലിലാണ്, പന്തികേടിലാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഇത്തരത്തിൽ താൻ വഹിക്കുന്ന ഭരണഘടനാപരമായ ഉന്നത പദവിയും അത്തരത്തിലുള്ള പരിവേഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം തീർത്തും താഴേക്കിറങ്ങി വന്ന് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം വീണ്ടും പയറ്റുകയാണ് എന്നതിന്റെ അപ്പുറത്ത് മറ്റ് വലിയ ആശ്ചര്യമൊന്നും അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ഈ പ്രസ്താവന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയാണ്. ഇന്ന് നൽകുന്നു എന്ന് പറഞ്ഞു, ഇതുവരെ കൊടുത്തോ എന്നറിയില്ല. അതുകൂടാതെ തന്നെ ഒരുപാട് പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇത് സ്വമേധയാ തന്നെ എടുക്കേണ്ടതല്ലേ? അല്ല, അത് എടുക്കേണ്ടതാണ് എന്നുള്ളതിന് ആർക്കും എതിരഭിപ്രായമില്ല. ഞാൻ അതിനിടയിൽ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പർട്ടിക്കുലറായി പറഞ്ഞു എന്നിവിടെ ശ്രീ സന്ദീപ് വാര്യർ ആക്ഷേപിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോയി. അദ്ദേഹം കേൾക്കാനില്ല ഇവിടെ. എന്നാൽ ഞാൻ പറയുന്നു, ഇവിടെ ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന, പിന്നോക്കാവസ്ഥ നേരിടുന്ന, ദളിതരെക്കാൾ താഴെ നിൽക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ, തൊഴിലിന്റെ, ജീവിത സാഹചര്യത്തിന്റെ, വനിതാ തൊഴിൽ പ്രാതിനിധ്യത്തിന്റെ, ഇങ്ങനെയുള്ള നമ്മുടെ നാഷണൽ സർവേ സാമ്പിൾ റിപ്പോർട്ടടക്കം, ധനകാര്യ കമ്മീഷനുകളുടെ സർവേ റിപ്പോർട്ടുകൾ ആധാരമാക്കുന്ന സർവേ റിപ്പോർട്ടുകൾ അടക്കം, NGOകളുടെ സർവേ റിപ്പോർട്ടുകൾ അടക്കം, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുകൾ അടക്കം അങ്ങനെ പ്രതിനിധീകരിച്ച ഒരു വിഭാഗത്തിനെ ഉയർത്തിക്കൊണ്ട് വരണമെന്ന് ഒരു ഭരണാധികാരി പറയുന്നത് അതൊരു നീതിയുടെ ശബ്ദമാണ്. അതെങ്ങനെയാണ് പ്രീണനമാവുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സിഖുകാരും ജൈനരും ഒക്കെ താരതമ്യേന മെച്ചപ്പെട്ട സ്ഥിതിയിലാണ് എന്ന് സിഖുകാരനായ മൻമോഹൻ സിംഗ് പറയുന്നത് നിലവിലുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമായിട്ട് പിന്നീട് വരുന്ന ക്രിസ്ത്യൻ, മുസ്ലിം അടക്കം, ബുദ്ധ അടക്കമുള്ള ഒരുപാട് ന്യൂനപക്ഷ സമുദായങ്ങൾ ഈ രാജ്യത്തുണ്ടല്ലോ. അവരുടെ ഇടയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കണം, അവരുടെ ഇടയിലെ അവശത പരിഹരിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എണ്ണത്തിൽ കൂടുതലുള്ളത് മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളുടെ കാര്യം അദ്ദേഹം പൊതുവായി എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ അക്കാലത്ത് BJP വിവാദമാക്കിയപ്പോൾ വളരെ കൃത്യമായിട്ട് വിശദീകരണം അന്ന് കൊടുത്തിട്ടുണ്ട്. ഇവരിപ്പോ ഇത്തരത്തിൽ ഭൂതകാലത്തിൽ നിന്ന് ഇങ്ങനെ പലതും പെറുക്കിക്കൊണ്ട് വരികയാണ്. ഏതായാലും ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തോട്ട് പോയില്ലല്ലോ എന്നൊരു ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ. മൻമോഹൻ സിംഗിന്റെ അടുത്ത് എത്തി നിൽക്കുകയാണല്ലോ. ഇവരിനിയും ഇത്തരത്തിലുള്ള പല വാചാടോപങ്ങളായിട്ട് വരും. ഏതായാലും ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സമൂഹം ഇന്ത്യയിലുണ്ട്. പക്ഷെ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നത്, ഞാനിപ്പോ ഈ റിപ്പോർട്ടർ ചാനൽ സ്മൃതി പരുത്തിക്കാടും അല്ലല്ലോ എല്ലായിടത്തും ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യയിലെ ചാനലുകളൊക്കെ ഇതങ്ങ് ആഘോഷിക്കുകയാണ്. മുസ്ലിങ്ങൾക്കെല്ലാം നൽകാൻ വേണ്ടി വരുന്ന ഭീകര രൂപമായിട്ട് കോൺഗ്രസിനെ ചിത്രീകരിച്ചുകൊണ്ട് അങ്ങ് തകർത്താടുകയാണ് മൻമോഹൻ സിംഗിന്റെ പഴയ പ്രസംഗം, അതിന്റെ ഡ്രാഫ്റ്റ്, അതിന്റെ കാര്യങ്ങൾ, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ പ്രസംഗങ്ങൾ, ഇതൊക്കെ വച്ചുകൊണ്ട് ഇതൊരു വലിയ അവസരമാക്കിയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാനുള്ള, പണ്ട് പുൽവാമയാണെങ്കിൽ ഇനി ഇതാണോ വജ്രായുധം എന്ന് എനിക്ക് സംശയമുണ്ട്. അത്തരത്തിൽ വലിയ ആരവമുയർത്തിക്കൊണ്ട് രാജ്യത്തെ ധ്രുവീകരിക്കുകയാണ് ഇവർ. ഇങ്ങനെ ഇരിക്കുന്ന കൊമ്പ് വെട്ടിമുറിക്കുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞൊരു രാജ്യത്തെ ഓർത്ത് സഹതപിക്കുകയല്ലാതെ മറ്റൊന്നിനും നിർവാഹമില്ല സ്മൃതി. ഏതായാലും കേരളത്തിലെങ്കിലും ഇത്തരത്തിൽ ഒരു നേരായ ദിശയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിൽ ആശ്വാസമുണ്ട്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.